സൂചിപ്പിച്ചതുപോലെ മൂന്നാറിൽ നിന്ന് വരുന്ന അതീവ ദുഃഖകരമായ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. കന്നിമല എസ്റ്റേറ്റ് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ മണിയാണ് കൊല്ലപ്പെട്ടത്. ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നതിനിടെയായിരുന്നു ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മൂന്നാറിൽ LDF ഹർത്താൽ ആചരിക്കുകയാണ്. UDFന്റെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിക്കും. கண்மலை டாப்ல பங்களா பக்கத்துல சின்னத்தோட பங்களாவுக்கு முன்னாடி யானை நின்றுச்சு. அங்கிட்டிருந்து வந்ததே சரின்னு துப்பச்சங்கைட்டு அப்படியே அமைக்கிருச்சு. அந்த அண்ணன் அப்படியே கீழே விழுந்துருச்சு. டிரைவர் அண்ணன் 2 கிந்திக்காரவங்க அப்படியே வெளியே போயிட்டாங்க. எங்கள் வீட்டுக்காரர் கொஞ்சம் நேரம் கழிச்சு அந்த கம்பி எல்லாம் சேர்ந்து அப்படியே அந்த கொம்போடு அமைக்கிருச்சு. நானும் என் பிள்ளை எல்லாரும் கத்துனோம். அப்படியே எங்கள் வீட்டுக்காரர் அப்படியே இறங்கிட்டாரு. எப்படியோ தப்பிச்சு போய் அங்கிட்டு கீழே விழுந்துட்டாரு. அந்த அண்ணனை அப்படியே தூக்கி போட்டுச்சு. பாவம் அந்த அண்ணன் என்ன பாடுபட்டு ரச்சனா நானும் என் பிள்ளை பாப்பா சத்தம் போடாது நான் பிறகு அங்கிட்டு போன பிறகுதான் இந்த தம்பி வண்டி கொண்டு வந்துச்சு. കഴിഞ്ഞ കുറേ മാസങ്ങളായി വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലൂടെ ജീവഹാനികൾ സംഭവിക്കുന്നത് നിത്യസംഭവമാണ്. ഇന്ന് രാത്രി 10 മണിയോടുകൂടി മൂന്നാറിൽ നിന്ന് കന്നിമല വീട്ടിലേക്ക് ചെന്ന ടോപ്പ് ഡിവിഷനിലേക്ക് ചെന്ന ഓട്ടോയെ കാട്ടാന ആക്രമിച്ചതിലൂടെ ഒരു സഹോദരൻ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. இப்படி தொடர்ச்சியாக இந்த மாதத்திலே 3 பேர்கள் மரணப்பட்டு கொண்டிருக்கின்றார்கள். ஆனால் கேரள ஃபாரஸ்ட் யாதொரு நடவடிக்கையும் எடுக்காத காரணத்தால் நம் சர்க்கார் சரியான நடவடிக்கை எடுக்க வேண்டும் என்பதை வலியுறுத்தி கொண்டு வில்லேஜில் ஹர்த்தால் அறிவிப்பதற்காக தீர்மானிக்கப்பட்டிருக்கின்றது என்பதை தெரிவித்துக் கொள்கிறேன். ഓട്ടോയിൽ സഞ്ചരിച്ച സ്ത്രീയുടെയും അതോടൊപ്പം പ്രദേശവാസികളുടെയും പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. പ്രിൻസ് ജെയിംസ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. പ്രിൻസ്, അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ അതിരാവിലെ നമ്മളെ തേടി എത്തിയിരിക്കുന്നത്. ഈ ആക്രമണം നടന്നത് എപ്പോഴാണ്? ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരുന്നു ഈ സംഭവത്തിന്റെ ഒരു വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഇന്നലെ രാത്രിയുടെ ഏകദേശം 9:30 ഈ സംഭവം നടക്കുന്നത്. മൂന്നാറിൽ നിന്നും കന്നിമല എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷനിലേക്ക് പോയ യാത്രക്കാരുമായി പോയതായിരുന്നു ഓട്ടോ ഡ്രൈവർ. ഒരു കുടുംബവും ഒപ്പം 2 അന്യസംസ്ഥാന തൊഴിലാളികളും അടക്കം 5 യാത്രക്കാരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഒപ്പം ഈ ഓട്ടോ ഡ്രൈവറായ മണിയും കൊല്ലപ്പെട്ട ഓട്ടോ ഡ്രൈവറായ മണിയും ആണ് വാഹനത്തിലുണ്ടായിരുന്നത്. കന്നിമല എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷന് സമീപം വെച്ചാണ് ഈ ആക്രമണം നടന്നത്. ഇവിടെ മാനേജർ ബംഗ്ലാവിന്റെ അടുത്ത് ആന നിൽപ്പുണ്ടായിരുന്നു. ഇവർക്ക് മുൻകൂട്ടി അറിയാൻ സാധിച്ചില്ല. ഈ വാഹനം അവിടെ എത്തിയപ്പോഴേക്കും ആന ആക്രമിക്കുകയായിരുന്നു. ആന ഓട്ടോ തടഞ്ഞ് ഓട്ടോയുടെ മുൻഭാഗത്ത് തുമ്പുകൈ വെച്ച് അടിച്ചു. ഇതോടെ ഓട്ടോ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ഇതിനിടയിൽ പിന്നീടും ആനയുടെ ആക്രമണം ഓട്ടോയുടെ നേരെ ഉണ്ടായി. ഇതിനിടയിൽ ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ മണിയെ തുമ്പുകൈ കോരിയെടുത്ത് ചുഴറ്റിയെടുത്ത് എറിയുകയും ഒപ്പം ഈ സമീപത്തൊരു ഓടയിലേക്ക് മണി വീഴുകയുണ്ടായി. അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ആക്രമണം ആന ഓട്ടോറിക്ഷയ്ക്കും ഈ മണിക്കും നേരെ നടത്തി വലിയ ക്രൂരമായാണ് ആക്രമിച്ചത്. തൊട്ടു പിന്നാലെ എത്തിയ ഒരു ജീപ്പ് ഡ്രൈവറാണ് ഇവർ രക്ഷാപ്രവർത്തനം നടത്തിയത്. 3 പേർ വാഹനത്തിനടിയിൽ അകപ്പെട്ട് കിടപ്പുണ്ടായിരുന്നു. ഒരു കുട്ടിയടക്കം കുട്ടിയുടെ അച്ഛനും അമ്മയും വാഹനത്തിനടിയിൽ അകപ്പെട്ട് കിടപ്പുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് ഇവരെ ഈ വാഹനത്തിൽ നിരീക്ഷിച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ച് മണിയെയും ആശുപത്രിയിലേക്ക് എത്തിച്ചത്. എന്തായാലും ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മണി മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മറ്റു 2 പേർക്ക് ഐസക്കി രാജ, റജീന എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ പരിക്ക് വലിയ ഗുരുതരമല്ലെങ്കിലും ഇവർക്കും പരിക്കേറ്റു. അപ്പോൾ ഉണ്ടായിരുന്ന കുട്ടിക്ക് ഒരു അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മറ്റ് 2 അന്യസംസ്ഥാന തൊഴിലാളികളുടെ വാഹനത്തിലുണ്ടായിരുന്നു. ഇവർക്ക് ആക്രമണം എത്തിയപ്പോഴേക്കും ഓടി രക്ഷപ്പെടാൻ സാധിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. ഏറെ ദുഃഖകരമായ സാഹചര്യം ഈ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ, അതായത് 2024 ആരംഭത്തിന് ശേഷം ഇതുവരെ 4 മരണം ഈ മൂന്നാർ മേഖലയിൽ. ചിന്നക്കനാലിൽ 2 പേരും മൂന്നാറിൽ 2 പേരും കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം വലിയ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. ആദ്യം പന്നിയാർ എസ്റ്റേറ്റിൽ, ചിന്നക്കനാൽ പന്നിയാർ എസ്റ്റേറ്റിൽ പരിമളം എന്ന തോട്ടം തൊഴിലാളി സ്ത്രീ ജോലിക്കായി പോകുന്നതിനിടെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പിന്നീട് സൗന്ദർ രാജ, BL ഡാം സ്വദേശിയായ സൗന്ദർ രാജ അവിടെ ഒരു സ്വന്തം കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പിന്നീട് കുണ്ടുമലയിൽ തമിഴ്നാട് സ്വദേശി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മണി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. കുണ്ടുമലയിലും ഈ കന്നിമലയിലും ആക്രമണം നടത്തിയത് ഒരേ ആനയാണെന്നാണ്
നാട്ടുകാർ പറയുന്നത്. ഒപ്പം പ്രിൻസ്, ഈ ഗുണ്ടുമലയിലടക്കം ഈ ആക്രമണം നടത്തിയ അതേ ആന തന്നെയാണോ ഈ ആക്രമണവും നടത്തിയിരിക്കുന്നത് എന്നാണോ നാട്ടുകാരുടെ അടക്കമുള്ള ഒരു നിഗമനം? തീർച്ചയായും ഗുണ്ടുമലയിൽ കഴിഞ്ഞിടെ ആക്രമണം നടത്തിയ അതേ ആനയാണ് ഇപ്പോൾ കന്നിമലയിലും ആക്രമണം നടത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയ തോതിൽ ഇവിടെ കാട്ടാന ശല്യം രൂക്ഷമായ സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും ചിന്നക്കനാൽ മേഖലയിലും ഒപ്പം മൂന്നാറിലെ തോട്ടം മേഖലയിലും ഒക്കെ വലിയ തോതിൽ കാട്ടാന ആക്രമണം രൂക്ഷമായിരിക്കുകയാണ്. ഏതാനും നാളുകൾ, ഏകദേശം 3-4 മാസത്തോളമായി BL ഡാമിൽ, ചിന്നക്കനാലിലെ BL ഡാം മേഖലയിൽ സ്ഥിരമായി കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. കാട്ടാന കൂട്ടങ്ങളും ഒപ്പം ഒറ്റയാന്മാരായ ചക്കക്കൊമ്പനും മുട്ടവാലിനും ഒക്കെ ഈ BL ഡാമിലെ കാർഷിക മേഖലയിൽ സ്ഥിരമായി തമ്പടിക്കുന്ന ഒരു സാഹചര്യം. അവിടെയാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ കൊല്ലപ്പെട്ടു. തൊട്ട് അടുത്ത ഗ്രാമമായ തോട്ടം മേഖലയായ പന്നിയാർ എസ്റ്റേറ്റ് പരിപ്പുള്ള തോട്ടം തൊഴിലാളി സ്ത്രീയും മുൻപ് കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായി. ഒപ്പം BL ഡാമിൽ തന്നെ വഴിയാത്രക്കാർക്ക് നേരെ രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഏതാനും ആഴ്ചകൾക്ക് മുൻപുണ്ടായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തീർച്ചയായും വലിയ തോതിൽ ഒരു കാട്ടാന ആക്രമണത്തിലാണ് മേഖല. അതെ പ്രിൻസ്, ഇതിനിടെയാണ് ഈ പടയപ്പ ഈ ജനവാസ മേഖലയിലേക്ക്, ടൗണിലേക്ക് ഒക്കെ കൂടുതലായി ഇറങ്ങുന്നു. വാഹനങ്ങൾക്ക് നേരെയൊക്കെ ഇപ്പോൾ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ആളപായം ഒന്നും തന്നെയും പടയപ്പയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ കൂടുതലായി വാഹനങ്ങൾക്ക് നേരെയൊക്കെ പാഞ്ഞെടുക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നല്ലോ, അല്ലേ? തീർച്ചയായും മുൻകാലങ്ങളിൽ പടയപ്പ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയില്ല. പട്ടണത്തിലും തോട്ടം മേഖലയിലുമൊക്കെ പടയപ്പ സ്ഥിരം സാന്നിധ്യമായിരുന്നെങ്കിലും ആളുകൾക്ക് നേരെ ഒരു ആക്രമണം നടത്തിയിരുന്നില്ല എങ്കിലും ഇപ്പോൾ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതും വാഹനങ്ങൾ തടയുന്നതും ഒക്കെ പതിവായിട്ടുണ്ട്. ഇന്നലെ തന്നെ 2 വാഹനങ്ങൾ, അതായത് രാവിലെ ഒരു ലോറി ആക്രമിക്കുകയും ഒപ്പം വൈകുന്നേരവും വിനോദസഞ്ചാരികളുമായി എത്തിയ ഒരു വാഹനം ആക്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഏതാനും നാളുകൾക്ക് മുൻപ് KSRTC ബസ് അടക്കമുള്ള വാഹനങ്ങൾ തടയുന്ന സാഹചര്യം. അങ്ങനെ സ്ഥിരമായി ഈ പടയപ്പയുടെ ഒരു ആക്രമണം ഉണ്ടാകുന്നുണ്ട്. പടയപ്പയുടെ സാന്നിധ്യം റോഡിലുമൊക്കെ ആയിട്ട് റോഡിലും ജനവാസ മേഖലയിലും തോട്ടം മേഖലയിലും ഒക്കെ ആയി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പടയപ്പയിൽ നിന്നും വലിയ തോതിൽ ജനങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. പക്ഷെ ഒറ്റയാന്മാർ കൂടുതലായി ഈ മേഖലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ചും ഈ ഇപ്പോൾ തന്നെ 4 മരണം, ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനിടെ 4 മരണം ഉണ്ടായിരിക്കുന്നു. BL ഡാം നിവാസികൾ, ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്ന BL ഡാം നിവാസികൾ കഴിഞ്ഞിടയ്ക്ക് പ്രതികരിച്ച് അവർ ഏതാനും വർഷങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വലിയ തോതിൽ ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടാകുന്ന ഒരു സമയമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 4 മാസം ഇവിടെ സ്ഥിരമായി എല്ലാ ദിവസവും തന്നെ കാട്ടാന ഉണ്ടാകുന്നു. പകൽ സമയങ്ങളിൽ പോലും കൃഷിയിടങ്ങളിൽ കാട്ടാനയുടെ ഒരു സാന്നിധ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകാൻ സാധിക്കാത്ത കാര്യം, കുട്ടികളെ സ്കൂളിൽ അയക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒക്കെ ആണെന്ന് നാട്ടുകാർ പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. BL ഡാം അടക്കമുള്ള തീർച്ചയായും പ്രിൻസ്, ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒന്ന് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത അത്തരത്തിൽ ദാരുണമായ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഈ അരിക്കൊമ്പൻ തീർത്ത ഭീതി നമുക്കറിയാവുന്നതാണ്. അരിക്കൊമ്പനെ അവിടെ നിന്ന് മാറ്റിയതിനു ശേഷവും ഈ മൂന്നാർ മേഖലയിൽ വീണ്ടും ഇത്തരത്തിൽ കാട്ടാനയുടെ സാന്നിധ്യം, കാട്ടാന ആക്രമണം ഉണ്ടാകുന്നു, വീണ്ടും ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ശാശ്വതമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ വേണമെന്നുള്ളത് ഏറ്റവും അനിവാര്യമാണ്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കൂടി കടക്കുകയാണ്. LDFന്റെ നേതൃത്വത്തിൽ തന്നെ ഇന്ന് അവിടെ ഹർത്താലും നടക്കുന്നുണ്ടല്ലേ? ഇന്ന് LDF നേതൃത്വത്തിൽ മൂന്നാർ വില്ലേജിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ള. ഒപ്പം UDF ശക്തമായ സമര പരിപാടികൾ നടത്തും, റോഡ് ഉപരോധം അടക്കമുള്ള സമരം നടത്തുമെന്നാണ് UDF നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. തുടർച്ചയായി കാട്ടാന ആക്രമണം ഉണ്ടായിട്ടും ശാസ്ത്രീയമായ കൃത്യമായ ഒരു ഇടപെടൽ ഈ മേഖലയിൽ ഉണ്ടാവുന്നില്ല എന്നാണ് LDFന്റെയും UDFന്റെയും ആരോപണം. കാട്ടാനയുടെ സാന്നിധ്യം വിവിധ മേഖലയിൽ ഉണ്ടായിട്ടും അവിടെ നിന്ന് ആനയെ ഉൾക്കാട്ടിലേക്ക് ഓടിച്ചുവിടുന്നുള്ള കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഒപ്പം കൃഷിയിടങ്ങളിൽ നാശം സംഭവിക്കുന്നതൊക്കെ സ്ഥിരം സാഹചര്യമായി മാറുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും വനം വകുപ്പ് കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്ന് തന്നെയാണ് ആരോപണം. ഈ സാഹചര്യത്തിലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം ആളുകൾക്ക് കിട്ടുന്ന നഷ്ടപരിഹാരം ഒക്കെ തുച്ഛമായ നഷ്ടപരിഹാരമാണ് കിട്ടുന്നതെന്നും ആരോപണം ഉന്നയിക്കപ്പെടുന്നു. അടുത്തുള്ള സാഹചര്യത്തിലാണ് ഈ മേഖലയിൽ ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തോട്ടം തൊഴിലാളികളുടെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധ പരിപാടികൾക്കൊക്കെ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുപോലെ തോട്ടം തൊഴിലാളിയായ പരിമളമാണ് ആദ്യം ഈ മേഖലയിൽ കൊല്ലപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം ജനങ്ങൾ ഉയർത്തിയിരുന്നു. കർഷകരായ സൗന്ദരരാജ്യം
കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് സ്വന്തം കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും രാവിലെ പുലർച്ചെയൊക്കെ ഈ കാട്ടാനയുടെ ആക്രമണം സാന്നിധ്യം ഈ ജനവാസ മേഖല റോഡിലും ഒപ്പം കൃഷിയിടങ്ങളോട് ചേർന്നും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഏലത്തോട്ടത്തിലൊക്കെ ആന നിൽക്കുന്നത് മുൻകൂട്ടി ആളുകൾക്ക് രാവിലെയൊക്കെ കാണാൻ ബുദ്ധിമുട്ടാണ്. കൃത്യമായി വലിയ മരങ്ങളൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ ഒപ്പം മഞ്ഞിന്റെ സാഹചര്യമൊക്കെ പുലർച്ചെ ഉണ്ടാകാറുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആന നിൽക്കുന്നത് മുൻകൂട്ടി കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും തൊട്ട് മുൻപിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും ആനയെ ആളുകൾക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാൽനട യാത്രക്കാർക്കും കർഷകർക്കും ഒക്കെ ഓടി രക്ഷപ്പെടുന്ന ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഇത് തന്നെയാണ് ഇന്നലെ രാത്രിയും സംഭവിച്ചത്. ഓട്ടോ ഡ്രൈവർക്ക് മുൻകൂട്ടി ആരുടെ സാന്നിധ്യം അവിടെ തിരിച്ചറിയാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ വലിയ പെട്ടെന്നുള്ള ഒരു ആക്രമണത്തിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഓട്ടോ തള്ളി മറിച്ചിടുകയും ഒപ്പം വലിയ ക്രൂരമായ ഒരു ആക്രമണം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം തോട്ടം മേഖലയിൽ ഇന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള LDFന്റെ ഹർത്താലുണ്ട്. ഒപ്പം UDFന്റെ പ്രതിഷേധ പരിപാടികളും ഇന്ന് മൂന്നാറിൽ നടക്കുകയാണ്. ആര്യ, തീർച്ചയായും പ്രിൻസ്, ഈ മണിയുടെ ഒരു മരണം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം. അപ്പോൾ എങ്ങനെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു നടപടികൾ? എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് പ്രദേശത്ത് ഇപ്പോൾ നൽകിയിട്ടുള്ളത്? ആര്യ, കൃത്യമായ ഇടപെടൽ ഈ വിഷയങ്ങളിലൊന്നും മുൻപും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ആരോപണം ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. കരങ്ങളായി ഉയർത്തുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ചും അരിക്കൊമ്പനെ കാട് കടത്തിയ ഒരു കാലഘട്ടം മുതൽ ആ സാഹചര്യത്തിൽ അന്ന് ഇടുക്കിയിൽ ഉയർന്ന, പ്രത്യേകിച്ച് ചിന്നക്കനാൽ മേഖലയിൽ ഉയർന്ന ഒരു ആവശ്യം മാത്രമല്ല, അന്ന് സർക്കാർ തലത്തിലുണ്ടായ ഒരു സർക്കാർ തലത്തിൽ നൽകിയ ഉറപ്പ് അരിക്കൊമ്പനെ മാറ്റും. അതോടൊപ്പം മറ്റു 2 കാട്ടാനകൾ, അതായത് ഒറ്റയാന്മാരായ ചക്കക്കൊമ്പനും മൊട്ടവാലനും റേഡിയോ കോൾ ഘടിപ്പിച്ച് അവയെ നിരീക്ഷിക്കും എന്നത് കൂടി ഉറപ്പ് അന്ന് നൽകിയിരുന്നു. എന്നാൽ അരിക്കൊമ്പനെ ഇവിടുന്ന് മാറ്റുക എന്നതല്ലാതെ ഈ ചക്കക്കൊമ്പനെയോ മൊട്ടവാലിനെയോ റേഡിയോ കോൾ ഘടിപ്പിച്ച് നിരീക്ഷിക്കുന്ന നടപടികളിലേക്ക് വനംവകുപ്പ് കടന്നിട്ടില്ല. ഒപ്പം ചിന്നക്കനാൽ മേഖലയിലെ വലിയ കാട്ടാനശല്യം ഉണ്ടാകുന്ന മേഖലയ്ക്ക് പൂർണ്ണമായും സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നൊരു ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതും എങ്ങും എത്തിയില്ല. അതിന്റെ പ്രാരംഭ നടപടികൾ മാത്രമാണ് ഇതുവരെ ഏകദേശം 1 വർഷത്തോളം ആകുന്നു അരിക്കൊമ്പനെ ഈ മേഖലയിലേക്ക് നിന്ന് മാറ്റിയിട്ട്. അത്തരത്തിലുള്ള ഒരു പ്രാരംഭ നടപടികൾ മാത്രമാണ് ഇതിനു വേണ്ടി ആരംഭിച്ചിട്ടുള്ളത്. അതിലും ഏറ്റവും അധികം കാട്ടാന ശല്യം ഉണ്ടായിട്ടുള്ള 301 കോളനി ഒഴിവാക്കപ്പെടുന്നു എന്നൊരു ആരോപണം കൂടിയുണ്ട്. അത്തരത്തിൽ അതായത് ഈ കാട്ടാനയെ 2 ഒറ്റയാന്മാരെ റേഡിയോ കോളൊക്കെ അടുപ്പിച്ച് നിരീക്ഷിക്കുകയും ഒപ്പം വിവിധ മേഖലകളിൽ ഡിജിറ്റൽ ഡിസ്പ്ലേയിലൂടെ കാട്ടാനയുടെ സാന്നിധ്യം അറിയിക്കാനുള്ള മുൻകൂട്ടി അറിയിക്കുമെന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളൊന്നുണ്ടായിരുന്നു. അപ്പം വിവിധ മേഖലകളിൽ തോട്ടം തൊഴിലാളികൾ തോട്ടം ജോലികളുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ കൂടുതൽ വാച്ചർമാരെ നിയോഗിച്ച് നിരീക്ഷിക്കും എന്നതടക്കമുള്ള ഒരു പ്രഖ്യാപനങ്ങളൊക്കെ അന്നുണ്ടായിരുന്നെങ്കിലും ഇവയൊന്നും നടപ്പിലാക്കിയിട്ടില്ല. ആകെ അരിക്കൊമ്പനെ മാറ്റുക എന്നത് മാത്രമാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. അത് വലിയ തോതിലുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട്. ആര്യ, തീർച്ചയായും പ്രിൻസ് ജെയിംസ് ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. കന്നിമല എസ്റ്റേറ്റ് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ മണിയാണ് കൊല്ലപ്പെട്ടത്. ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നതിനിടെയായിരുന്നു ആക്രമണത്തിൽ 2 പേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും ആക്രമണത്തിൽ പ്രതിഷേധിച്ച്